ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് 5ാം ക്ലാസ്സിൻ്റെ മാത്സ് സബ്ജക്റ്റിൽ വരുന്ന 3ാമത്തെ ചാപ്റ്റർ ആണ്. മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്സ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര് വരുന്നത്. ഇതിൻ്റെ പാർട്ട് 1 പേജ് നമ്പർ 31 വരെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൻ്റെ പ്ലേ ലിസ്റ്റിൽ പോയിട്ട് ക്ലാസ് 5 മാത്സ് നോക്കിയാൽ കാണാവുന്നതാണ്. നമുക്കിവിടെ എടുക്കേണ്ടത് റെക്റ്റാങ്കിൾ മൾട്ടിപ്ലിക്കേഷൻ പേജ് നമ്പർ 31 ഈ ഒരു ടോപ്പിക് മുതലാണ്. ഹൗ മെനി ഡോട്ട്സ് ആർ ദർ ഇൻ ദി പിക്ചർ? ചിത്രത്തിൽ എത്ര ഡോട്ട്സ് ഉണ്ട്? ഇവിടെ കോളമായിട്ട്, അതായത് താഴേക്ക് എത്ര വരികളാണുള്ളത്? 13 എണ്ണമാണുള്ളത്. നേരെ റോസ് ആയിട്ട് 15 ഡോട്ട്സുമാണുള്ളത് എന്നവിടെ നൽകിയിട്ടുണ്ട്. നമുക്ക് ടോട്ടൽ എത്ര ഡോട്ട്സ് ഉണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് 13 × 15 ചെയ്താൽ മതി. 13 × 15 ഒന്ന് ചെയ്ത് നോക്കാം. 13 × 15. ആദ്യം നിങ്ങൾ 3 കൊണ്ട് 5നെയും മൾട്ടിപ്ലൈ ചെയ്യണം, 1നെയും മൾട്ടിപ്ലൈ ചെയ്യണം. സോ ആദ്യം 3 × 5 ആണ്. 3 × 5 എത്രയാണ്? 15 ആണ് വരുന്നത്. അതിൽ 5 ഇടേതും 1നെ മാറ്റി വെക്കും. ഇനി 3 × 1 ആണ് ചെയ്യേണ്ടത്. 3 × 1 3 ആണ്, പ്ലസ് 1 ചെയ്യുക. ബാലൻസ് വന്നിട്ടുള്ളത് 4 ആണ് വരുന്നത്. ഇനി 1നെ കൊണ്ട് 5നെയും മൾട്ടിപ്ലൈ ചെയ്യണം, 1നെയും മൾട്ടിപ്ലൈ ചെയ്യണം. 1 × 5 5 ആണ്, 1 × 1 1 ആണ്. ഇനി നമുക്കിത് ആഡ് ചെയ്യണം. 5 4 + 5 9 ആണ്. 1 ഇറക്കി എഴുതുക. 195 എന്നാണ് ആൻസർ വരുന്നത്. സോ ഈ ഒരു ചിത്രത്തിൽ 195 ഡോട്ട്സ് ഉണ്ട്. 13 റോസ് ഈച്ച് ഓഫ് 15 ഡോട്ട്സ്. 13 റോസ് ആണുള്ളത്. ഓരോ റോയിലും 15 ഡോട്ട്സ് ആണുള്ളത്. 15 × 13 ഡോട്ട്സ് ഇൻ ഓൾ. മൊത്തത്തിൽ കാണാൻ വേണ്ടിയിട്ട് 15 × 13 ചെയ്താൽ മതി. ഇതെങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്യാം എന്ന് നോക്കാം. ടു കമ്പ്യൂട്ട് ദിസ്, ഇത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ലെറ്റ്സ് സ്പ്ലിറ്റ് ഈച്ച് റോ ഇൻടു 10 ആൻഡ് 5 ഡോട്ട്സ്. പറഞ്ഞു ഒരു റോയിൽ 15 ഡോട്ട്സ് ആണ് വരുന്നതെന്ന്. ഇതിന് നമുക്ക് 10 ഡോട്ട്സും 5 ഡോട്ട്സും വരുന്ന രീതിയിൽ റോനെ നമുക്ക് സ്പ്ലിറ്റ് ആക്കാം എന്നാണ് പറയുന്നത്. ചിത്രം നോക്കിക്കേ, ഇവിടെ സ്പ്ലിറ്റ് ആയിട്ട് വേർതിരിച്ച് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ചിത്രം നോക്കുമ്പോൾ കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാവാൻ പറ്റും. ഇവിടെ 10 ഡോട്ട്സ് 5 ഡോട്ട്സ് എന്ന് വേർതിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. Now the left block has 10 × 13 dots and the right 5 × 13. ലെഫ്റ്റിലുള്ള ഈ വലിയൊരു ബോക്സിലുള്ള ഡോട്ട്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 13 × 10 ആണ്. ചെറിയ ബോക്സിലുള്ള ഡോട്ട്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 13 × 5 ആണ്. ടു മേക്ക് ദി കാൽക്കുലേഷൻ സ്റ്റിൽ മോർ സിമ്പിൾ, ഇത് കൂടുതൽ ഒന്നും കൂടി സിമ്പിൾ ആവാൻ വേണ്ടിയിട്ട് ലെറ്റ്സ് സ്പ്ലിറ്റ് ഈച്ച് കോളം ഇൻടു 10 ആൻഡ് 3. ഇവിടെ 13 കോളം ആണെന്ന് നൽകിയിട്ടുണ്ട്. ഈ 13 കോളത്തിന് 10 3 എന്ന് വേർതിരിക്കാനാണ്. ചിത്രം നോക്കൂ, ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. Now we can easily compute the number of dots in each of the 4 blocks separately. ഇപ്പോൾ നമുക്ക് 4 കള്ളികളുണ്ട്, 4 വ്യത്യസ്ത കള്ളികളുണ്ട്. ഈ ഓരോ കള്ളിയിലും എത്ര ഡോട്ട്സ് ഉണ്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും എന്നാണ് പറയുന്നത്. ആദ്യത്തെ ഈ ഒരു വലിയൊരു ബോക്സിൽ അവിടെ കോളമായിട്ടും 10 ഡോട്ട്സ് ആണുള്ളത്, റോ ആയിട്ടും 10 ഡോട്ട്സ് ആണുള്ളത്. സോ നമുക്ക് ടോട്ടൽ കാണാൻ വേണ്ടിയിട്ട് 10 × 10 ആണ് ചെയ്യേണ്ടത്. ഇനി അടുത്ത ഈ ഒരു ബോക്സിൽ റോ ആയിട്ട് 5 ഡോട്ട്സും കോളമായിട്ട് 10 ഡോട്ട്സും ആണുള്ളത്. സോ നമ്മൾ 5 × 10 ആണ് ടോട്ടൽ കാണാൻ വേണ്ടി ചെയ്യേണ്ടത്. ഇനി ഈ ഒരു ബോക്സിൽ റോ ആയിട്ട് 3 ഡോട്ട്സും കോളമായിട്ട് 10 ഡോട്ട്സും ആണുള്ളത്. ടോട്ടൽ കാണാൻ 10 × 3. ഇനി ലാസ്റ്റ് ഈ ഒരു ചെറിയൊരു ബോക്സിൽ റോ ആയിട്ട് 3 ഡോട്ട്സും കോളമായിട്ട് 5 ഡോട്ട്സുമാണ്. ടോട്ടൽ കാണാൻ 5 × 3 ആണ് ചെയ്യേണ്ടത്. നമുക്ക് 15 × 13 ആയിരുന്നു കാണേണ്ടത്. നമുക്ക് ആ 15 × 13നെയാണ് നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ആക്കി ചെറിയ ബോക്സുകളാക്കിയിട്ടുള്ളത്. സോ ഇപ്പോൾ എത്രയാണ് 15 × 13 എന്ന് പറയുന്നത്? 10 × 10 പ്ലസ് 5 × 10 പ്ലസ് 10 × 3 പ്ലസ് 5 × 3 ആണ്. ഇനി ഇത് എത്രയാണെന്ന്? 10 × 10 എത്രയാണ്? 100 ആണ്. 5 × 10 ഈസി ആണ് അല്ലേ? 50 ആണ്. 10 × 3 30 ആണ്. 5 × 3 15 ആണ്. ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ 195 ആണ് ആൻസർ കിട്ടുന്നത്. സോ നമുക്കിവിടെ സിമ്പിളായിട്ട് നമ്മൾ ആൻസർ കണ്ടെത്തി അല്ലേ? നൗ കാൻഡ് യു കാൽക്കുലേറ്റ് സച്ച് പ്രോഡക്ട്സ് വിത്തൗട്ട് ഡ്രോയിങ് ഡോട്ട്സ്? നിങ്ങൾക്ക് ഇതേപോലെയുള്ള കാൽക്കുലേഷൻസ് ഡോട്ട്സ് വരയ്ക്കാതെ കണ്ടെത്താൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് ഡു 18 × 12. ഉദാഹരണത്തിന് 18 × 12 ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്.
വി ക്യാൻ ഡു ദി കമ്പ്യൂട്ടേഷൻ ലൈക്ക് ദിസ്. നമുക്ക് ഇതേപോലെ ഇതിൻ്റെ കാൽക്കുലേഷൻ ചെയ്യാമെന്നാണ് പറയുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ബോക്സിൽ റോ ആയിട്ട് 12 എന്നും കോളം ആയിട്ട് 18 എന്നും കൊടുത്തിട്ടുണ്ട്. ഇവിടെ 12നെ 10+2 എന്നുമാക്കി, 18നെ 10+8 എന്നുമാക്കി. നമ്മൾ തൊട്ട് മുൻപേ ഉള്ള പേജിൽ നമ്മൾ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് പാർട്ട് 1 വീഡിയോയിൽ. നമ്മൾ ഈ ഓരോ ചെറിയ കോളത്തിലും എത്ര ഡോട്ട്സ് എത്രയാണ് ഇതിൻ്റെ കാണാൻ പോവുകയാണ്. ഇവിടെ എന്ന് പറയുന്നത് 10ഉം 10ഉമാണ് വരുന്നത്. 10 × 10 ആണ് ഇവിടുത്തെ കാണാൻ. ഈ ഒരു കള്ളിയിൽ 10 × 10 ആണ്. നെക്സ്റ്റ് ഈ ഒരു കള്ളിയിൽ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് 8 × 10 ആണ്. ഓക്കെ, മുകളിൽ 8 ആണ്, സൈഡിൽ 10 ആണ് വരുന്നത്. സോ 8 × 10 ആണ് ഈ ഒരു കള്ളിയിലെ ലെങ്ത്ത് കാണാൻ വേണ്ടി ചെയ്യേണ്ടത്. നെക്സ്റ്റത്തെ കള്ളിയിൽ സൈഡിൽ 2 ആണ്, മുകളിൽ 10 ആണ്. 10 × 2 ആണ് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി ലാസ്റ്റത്തെ ഈ ഒരു കോളത്തിലത്തെ കാണാൻ വേണ്ടിയിട്ട് നോക്കിക്കേ, മുകളിൽ എത്രയാണ് വരുന്നത്? മുകളിൽ 8 ആണ് വരുന്നത്, സൈഡിൽ 2 ആണ്. സോ മുകളിലുള്ള 8ഉം ഈ 2ഉം തമ്മിലാണ് നിങ്ങൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട്. അവിടെ നെക്സ്റ്റ് ബോക്സ് നോക്കിക്കേ, ആൻസേഴ്സ് നൽകിയിട്ടുണ്ട്. 10 × 10 എത്രയാണ്? 100 ആണ്. 8 × 10 80 ആണ്. 10 × 2 20 ആണ്. 8 × 2 16 ആണ്. ഇനി ടോട്ടൽ കാണാൻ വേണ്ടിയിട്ട് ഈ 4 നമ്പേഴ്സും തമ്മിൽ കൂട്ടി നോക്കിയാൽ മതി. 100 + 20 + 80 + 16 ആൻസർ 216 ആണ് വരുന്നത്. ഓക്കെ, 18 × 12 എന്നതിൻ്റെ ആൻസർ വരുന്നത് 216 ആണ്. ഈസി ആയിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. If the numbers to be multiplied are written only on the top and the left side, the sum of each row can be written on the right and then add them to get the final product. ഇവിടെ ഫസ്റ്റ് ബോക്സ് എന്ന് പറയുന്നത് തൊട്ട് മുൻപത്തെ പേജിലുള്ള നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ബോക്സ് ആണ്. ഈ ബോക്സിൽ ഓരോ റോൻ്റെയും സമ്മാണ് നിങ്ങൾക്ക് നെക്സ്റ്റ് ഒരു ചെറിയൊരു ബോക്സിലായിട്ട് നൽകിയിട്ടുള്ളത്. അതായത് 100 + 80 ആണ് 180, 20 + 16 ആണ് 36. ഈ ടോട്ടൽ കാണാൻ വേണ്ടിയിട്ട് 180 + 36 ചെയ്താൽ മതി. 216 ആണ് ആൻസർ. ഇത് നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി സിമ്പിളാക്കി ചുരുക്കി തന്നതാണ് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നൗ ട്രൈ കമ്പ്യൂട്ടിംഗ് ദി പ്രൊഡക്ട്സ് ബിലോ ലൈക്ക് ദിസ്. ഇതേപോലെ താഴെ തന്നിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഓരോന്നും ചെയ്യാം. ഇവിടെ ക്വസ്റ്റ്യൻ വരുന്നത് 13 × 15 എന്നാണ്. നമുക്ക് ആദ്യം ഇവിടെ ഒരു കോളം വരച്ച് കൊടുക്കാം. ഇവിടെ ഒരു കോളം വരയ്ക്കുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ നേരത്തെ കണ്ടതുപോലെയുള്ള ഒരു കോളമാണ് വരയ്ക്കുന്നത്. സൈഡിൽ 13 എന്നും മുകളിലായിട്ട് 15 എന്നും എഴുതുന്നുണ്ട്. ഇനി നമുക്ക് 13നെയും 15നെയും ഒന്ന് സ്പ്ലിറ്റ് ആക്കി എഴുതാം. ഇതേ കോളം താഴേക്ക് വരയ്ക്കുക. മുകളിൽ വരച്ചതുപോലെയുള്ള ഇതേ സ്ക്വയർ വരയ്ക്കുക. എന്നിട്ട് 13നെ 10 + 3 എന്നും 15നെ 10 + 5 എന്നും എഴുതുക. ഓക്കെ, ഓരോ ചെറിയ ബോക്സിൻ്റെ മുകളിലായിട്ടാണ് 10 + 5 എന്നും എഴുതുക. ചിത്രത്തിൽ കാണുന്നത് പോലെയാണ് എഴുതി കൊടുക്കേണ്ടത്. നമുക്ക് ഇതിലെ ഓരോ നമ്പേഴ്സും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആൻസർ കോളത്തിൽ എഴുതണം. ഈ ഒരു കോളത്തിൽ 10 × 10 ആണ് ചെയ്യേണ്ടത്. 10 × 10 എത്രയാണ്? 100 ആണ്. അവിടെ 100 എന്ന് എഴുതി കൊടുക്കുക. നെക്സ്റ്റ് കാണുന്ന ഈ ഒരു കോളത്തിൽ എഴുതി കൊടുക്കേണ്ടത് താഴെയുള്ള കോളത്തിൽ 10 × 3 ആണ് ചെയ്യേണ്ടത്. 10 × 3 എത്രയാണ്? 30 ആണ്. 3 കഴിഞ്ഞിട്ട് ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. അടുത്ത ഈ കാണുന്ന ഈ ഒരു കോളത്തിൽ 5 × 10 ആണ് ചെയ്യേണ്ടത്. 5 × 10 50 ആണ്. ലാസ്റ്റത്തെ ഈ കാണുന്ന ഈ ഒരു കോളത്തിൽ 5 × 3 ആണ് ചെയ്യേണ്ടത്. 5 × 3 15 ആണ്. സോ നമ്മൾ എല്ലാ കോളത്തിലും ഫില്ലാക്കിയിട്ടുണ്ട്. നമുക്കിനി ഇത് ആഡ് ചെയ്യാം. ഓരോ റോ തമ്മിലാണ് നമ്മളിവിടെ കൂട്ടുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ തന്നതുപോലെ തന്നെ ഓരോ റോസും നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. ആദ്യം 100 + 50 എത്രയാണ്? 150 ആണ്. നെക്സ്റ്റ് 30 + 15 45 ആണ്. 0 + 5 5 ആണ്. 3 + 1 4 ആണ്. 45 ആണ് കിട്ടുന്നത്. ഇനി ഇത് രണ്ടും തമ്മിൽ നമുക്ക് കൂട്ടാം. 150 + 45 ആണ്. 0 + 5 5 ആണ്. 5 + 4 9 ആണ്. 1 ഇറക്കി എഴുതുക. 195 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് 195 ആണ്.
ഇതേപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യനും നമുക്ക് ചെയ്ത് നോക്കാം. 17 × 16 ആണ് ക്വസ്റ്റ്യൻ വരുന്നത്. ആദ്യം നമുക്കൊരു ബോക്സ് വരയ്ക്കാം. ഇതേപോലെയുള്ള 4 കള്ളികളുള്ള ബോക്സ് ആണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. 17 ഞാൻ 10+7 എന്നും 16 ഞാൻ 10+6 എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ ചെറിയ ബോക്സിലും ഇതുള്ള ഉത്തരമാണ് എഴുതുന്നത്. ആദ്യം 10 × 10 എത്രയാണ്? 100 ആണ്. താഴത്തെ കോളത്തിൽ 10 × 7 ആണ് ചെയ്യേണ്ടത്, 70 ആണ്. ഇനി 6 × 10 എത്രയാണ്? 60 ആണ്. അതാണ് അവിടെ കൊടുക്കേണ്ടത്. ഇനി ലാസ്റ്റ് 6 × 7 6 × 7 എത്രയാണ്? 6 × 6 36 ആണ്. 6 × 7 42 ആണ്. 42 ആണ് അവിടെ കൊടുക്കേണ്ടത്. സോ നമ്മൾ ഈ 4 കള്ളികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ഓരോ റോൻ്റെയും സമ്മ് കാണാം. ഓക്കെ, ഈ ഒരു റോ കൂട്ടിയാൽ എത്രയാണ്, താഴെയുള്ള ഈ ഒരു റോ കൂട്ടിയാൽ എത്രയാണെന്നാണ് ഇവിടെ എഴുതാൻ പോകുന്നത്. വേറെ 2 കള്ളികൾ വരയ്ക്കുക. 100 + 60 160 ആണ്. 70 + 42 എത്രയാണ്? 112 ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ഇനി ഈ ഒരു നമ്പേഴ്സ് തമ്മിൽ കൂട്ടാം. 160 + 112 0 + 2 2 ആണ്. 6 + 1 7 1 + 1 2 ആണ്. 272 ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 18 × 19 ആണ്. സോ നമുക്കിവിടെ ആദ്യം ഒരു കോളം വരയ്ക്കാം. 4 കള്ളികളുള്ള ഒരു കോളമാണ് വരയ്ക്കേണ്ടത്. ഞാനിവിടെ 18നെ 10 + 8 എന്നും 19നെ 10 + 9 എന്നും എഴുതി. ഇനി നമുക്ക് ഓരോ കോളത്തിലെയും ആൻസർ കണ്ടെത്താം. ഇവിടെ ഈ ഒരു ഫസ്റ്റ് കോളത്തിൽ വരുന്ന ആൻസർ 10 × 10 ആണ്. 10 × 10 എത്രയാണ്? 100 ആണ്. അവിടെ 100 എന്ന് എഴുതി കൊടുക്കാം. നെക്സ്റ്റ് ഇവിടെ 10 × 8 ആണ് ചെയ്യേണ്ടത്. 10 × 8 80 ആണ്. ഇനി ഇവിടെ 9 × 10 ആണ്. 9 × 10 90 ആണ്. ഇനി ലാസ്റ്റ് ഈ ഒരു കോളത്തിൽ 9 × 8 ആണ്. 9 × 8 72 ആണ്. ഇനി നമുക്ക് ഈ റോസ് തമ്മിൽ കൂട്ടാം. അതിനായിട്ട് നെക്സ്റ്റ് ഇവിടെ ചേർന്ന് കൊണ്ട് മറ്റൊരു കോളം വരയ്ക്കാം. 100 + 90 ആണ് ചെയ്യേണ്ടത്. 100 + 90 190 ആണ്. ഇനി താഴെ 80 + 72 എത്രയാണ്? 0 + 2 2 ആണ്. 8 + 7 15 ആണ്. 152 ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ 2 നമ്പേഴ്സ് തമ്മിൽ കൂട്ടണം. 0 + 2 2 ആണ്. 9 + 5 14 ആണ്. 1 ബാലൻസ് ആയിട്ട് പോവും. 342 ആണ് ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 14 × 18 ആണ് ക്വസ്റ്റ്യൻ വരുന്നത്. 14നെ ഞാൻ 10 + 4 എന്നും 18നെ ഞാൻ 10 + 8 എന്നും എഴുതി. ഇനി ഈ ഒരു കോളത്തിൽ കാണാൻ വേണ്ടിയിട്ട് 10 × 10 ആണ് ചെയ്യേണ്ടത്. 100 ആണ് ആൻസർ. ഇനി താഴെ ഈ കോളത്തിൽ 10 × 4 ആണ്. 40 ആണ് ആൻസർ. നെക്സ്റ്റ് ഈ ഒരു കോളത്തിൽ 8 × 10 ആണ്. 80 ആണ് ആൻസർ. ലാസ്റ്റ് കോളത്തിൽ 8 × 4 ആണ്. 32 ആണ് ആൻസർ വരുന്നത്. ഇനി നമുക്ക് റോസ് തമ്മിൽ കൂട്ടണം. മറ്റൊരു കോളം വരയ്ക്കാം. 100 + 80 ആണ് ഇവിടെ ചെയ്യേണ്ടത്. 100 + 80 180 ആണ്. ഇനി 40 + 32 72 ആണ് വരുന്നത്. ഇനി ഈ 2 നമ്പേഴ്സ് തമ്മിൽ നമുക്ക് കൂട്ടണം. 0 + 2 2 ആണ്. 8 + 7 15 ആണ്. 1 + 1 2 252 ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 15 × 15. 15 × 15 ആണ് ക്വസ്റ്റ്യൻ. ഞാൻ 15നെ 10 + 5 എന്നും മറ്റേ 15നെ 10 + 5 എന്നും ആക്കി എഴുതിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ആൻസേഴ്സ് കണ്ടെത്താം. ഫസ്റ്റത്തെ ഈ ഒരു കോളത്തിൽ വരുന്നത് 10 × 10 ആണ്. 10 × 10 100 ആണ്. ഇനി താഴെ ഈ ഒരു കോളത്തിൽ 10 × 5 ആണ് ചെയ്യേണ്ടത്. 10 × 5 50 ആണ്. നെക്സ്റ്റ് ഈ കോളത്തിൽ 5 × 10 ആണ്. 5 × 10 50 ആണ്. നെക്സ്റ്റ് ലാസ്റ്റ് ഈ ഒരു കോളത്തിൽ 5 × 5 ആണ്. 25 ആണ് ആൻസർ വരുന്നത്. നമുക്കിനി റോസ് തമ്മിൽ കൂട്ടാം. മറ്റൊരു കോളം വരയ്ക്കുക. 100 + 50 എത്രയാണ്? 150 ആണ്. 50 + 25 75 ആണ്. ഇനി ഈ നമ്പേഴ്സ് തമ്മിൽ നമുക്ക് ആഡ് ചെയ്യണം. 150 + 75 0 + 5 5 ആണ്. 7 + 5 12 ആണ്.
2 എഴുതുക, 1 ബാലൻസ്, 1 + 1 2 ആണ്. 225 ആണ് ആൻസർ. നമ്മളിവിടെ എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ എഴുതി കഴിഞ്ഞു. We can also compute different products like this. നമുക്ക് ഇതേപോലെ വ്യത്യസ്ത പ്രൊഡക്റ്റും ഇതേപോലെ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് ട്രൈ 24 × 17. 24 × 17 ചെയ്ത് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 24നെ സ്പ്ലിറ്റ് ആക്കി 20 എന്നും 4 എന്നും ആക്കി, 17നെ 10 + 7 എന്നും സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഇനി ഫസ്റ്റത്തെ ഈ ഒരു കോളത്തിൽ 20 × 10 200 ആണ്. നെക്സ്റ്റ് താഴെയുള്ള കോളത്തിൽ 20 × 7 140 ആണ്. നെക്സ്റ്റ് ഈ ഒരു കോളത്തിൽ 4 × 10 40 ആണ്. ദെൻ 4 × 7 28. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ. ഇനി റോസ് തമ്മിൽ കൂട്ടുക. 200 + 40 240 ആണ്. 140 + 28 168 ആണ്. ഇനി ഇവിടെ കിട്ടിയിട്ടുള്ള ഈ നമ്പേഴ്സ് തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് 240 + 168 408 ആണ് കിട്ടുന്നത്. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് ഇവിടെ ഈ ഒരു നമ്പേഴ്സും ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് അബൌട്ട് 35 × 29 എന്ന്. നമുക്ക് 35നെ 30 + 5 എന്നും 29നെ 20 + 9 എന്നും സ്പ്ലിറ്റ് ആക്കി കോളത്തിലേക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി 30 × 20 600 ആണ്. 30 × 9 270 ആണ്. 5 × 20 100 ആണ്. 5 × 9 45 ആണ്. ഇനി റോസ് തമ്മിൽ കൂട്ടുക. 600 + 100 700 എന്ന് കിട്ടി. 270 + 45 315 എന്ന് കിട്ടി. ടോട്ടൽ 1015 ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യന് 345 × 26 ആണ്. 26നെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 20 + 6 എന്നാക്കുക. 345നെ 300 എന്നും 40 എന്നും 5 എന്നും 3 കോളമാക്കി സ്പ്ലിറ്റ് ആക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഓരോ കളിയിലെയും ആൻസർ കണ്ടെത്താം. ആദ്യം 300 × 20 ആണ്, 6000 ആണ്. നെക്സ്റ്റ് അതിൻ്റെ താഴെയുള്ള കോളത്തിൽ 300 × 6 ആണ്, 1800 ആണ് ആൻസർ. അടുത്ത കോളത്തിൽ 40 × 20 ചെയ്യുക, 800 കിട്ടും. പിന്നെ 40 × 6 ചെയ്യുക, 240 കിട്ടും. അടുത്തത് 5 × 20 100 ആണ്. 5 × 6 30 കിട്ടി. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഓരോ റോസും തമ്മിൽ കൂട്ടുക. 6000 + 800 + 100 6900 എന്ന് കിട്ടി. താഴത്തെ റോയും കൂട്ടുക. 1800 + 240 + 30 2070 എന്ന് കിട്ടും. ഇനി ഇവിടെ കിട്ടിയിട്ടുള്ള ഈ നമ്പേഴ്സ് തമ്മിൽ കൂട്ടുക. 6900 + 2070 8970 എന്നാണ് ആൻസർ കിട്ടുന്നത്. നെക്സ്റ്റ് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് നൽകിയിട്ടുണ്ട്. കമ്പ്യൂട്ട് ദി പ്രൊഡക്ട്സ് ബിലോ. നമുക്ക് ഓരോന്നും ചെയ്യാം. ആദ്യം നമുക്കൊരു കോളം വരയ്ക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് 12 × 34 ആണ്. ഞാൻ 12നെ 10 + 2 എന്നും 34നെ 30 + 4 എന്നും സ്പ്ലിറ്റ് ആക്കി എഴുതിയിട്ടുണ്ട്. മുകളിൽ 30 + 4 ആണ് എഴുതിയിട്ടുള്ളത്. നമുക്ക് ഓരോ കോളത്തിലെയും ആൻസർ എഴുതാം. ഫസ്റ്റത്തെ ഈ ഒരു കോളത്തിൽ 30 × 10 ആണ്. 30 × 10 300 ആണ്. നെക്സ്റ്റ് ഈ ഒരു കോളത്തിൽ 30 × 2 ആണ്. 30 × 2 3 × 2 6 ആണ്. 0 ഇട്ട് കൊടുക്കുക, 60 ആണ്. ഇനി ഈ കോളത്തിൽ 4 × 10 ആണ്, 40 ആണ്. നെക്സ്റ്റ് ലാസ്റ്റ് കോളത്തിൽ 4 × 2 8 ആണ്. ഇനി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള റോസ് തമ്മിൽ ആഡ് ഓൺ ചെയ്യാം. അതിന് നെക്സ്റ്റ് ആയിട്ട് നിങ്ങൾ ഒരു കോളം വരച്ച് കൊടുക്കുക ഇവിടെ സൈഡിലായിട്ട്. എന്നിട്ട് 300 + 40 340 ആണ്. 60 + 8 68 ആണ്. ഇവിടെ കിട്ടിയിട്ടുള്ള ഈ രണ്ട് നമ്പേഴ്സ് തമ്മിൽ കൂട്ടാം. 0 + 8 8 ആണ്. 4 + 6 10 ആണ്. 0 എഴുതി ബാലൻസ് 1. 3 + 1 4 ആണ്. 408 ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 23 × 45 ആണ്. 23നെ 20 + 3 എന്നും 45നെ ഞാൻ 40 + 5 എന്നും സ്പ്ലിറ്റ് ആക്കി എഴുതിയിട്ടുണ്ട്. നമുക്കിനി മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് കോളത്തിൽ 40 × 20 ആണ് ചെയ്യേണ്ടത്. നമുക്ക് ഈസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് 4 × 2 ആദ്യം ചെയ്യാം. 4 × 2 എത്രയാണ്? 8 ആണ്. പിന്നെ ക്വസ്റ്റ്യനിൽ എത്ര സീറോസ് ഉണ്ട്? 2 സീറോസ് ആണുള്ളത്. അത് ഇട്ട് കൊടുക്കുക. 800 ആണ് ആൻസർ വരുന്നത്. ഇനി ഈ ഒരു കോളത്തിൽ 40 × 3 ആണ്. നിങ്ങൾ ആദ്യം 0 ഇല്ലാതെ 4 × 3 ചെയ്യുക. 4 × 3 എത്രയാണ്? 12 ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ എത്ര സീറോ ഉണ്ട്? 1 ആണ്. ഒരു 0 ഇട്ട് കൊടുക്കുക. ആൻസർ 120 ആണ്.
നെക്സ്റ്റ് ഈ ഒരു കോളത്തിൽ 5 ഇൻറ്റു 20 ആണ് ചെയ്യേണ്ടത്. ഈസി ആയിട്ട് ചെയ്യാൻ 0 ഇല്ലാതെ ആദ്യം ചെയ്യുക. 5 ഇൻറ്റു 2 എത്രയാണ്? 10 ആണ്. ക്വസ്റ്റ്യനിൽ എത്ര 0 ആണുള്ളത്? 1 ആണ്. ആ ഒരു 0 ഇട്ട് കൊടുക്കുക. 100 ആണ് ആൻസർ. ലാസ്റ്റ് കോളം 5 ഇൻറ്റു 3 ആണ്, 15 ആണ് വരുന്നത്. ഇനി നമുക്ക് റോസ് തമ്മിൽ കൂട്ടി നോക്കാം. 800 പ്ലസ് 100 എത്രയാണ്? 900 ആണ്. നെക്സ്റ്റ് താഴെ 120 പ്ലസ് 15 എത്രയാണ്? 0 പ്ലസ് 5 ആണ്. 2 പ്ലസ് 1 3 ആണ്. പിന്നെ 135 ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ഈ കിട്ടിയിട്ടുള്ളത് നമുക്ക് ആഡ് ചെയ്ത് നോക്കണം. ഇത് തമ്മിൽ കൂട്ടാം. 0 പ്ലസ് 5 ആണ്. 0 പ്ലസ് 3 ആണ്. 9 പ്ലസ് 1 10 ആണ്. 1035 ആണ് ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് 75 ഇൻറ്റു 75 ആണ്. 75നെ 70 പ്ലസ് 5 എന്നും മറ്റ് 75നെയും 70 പ്ലസ് 5 എന്നും ആക്കി എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കോളവും ഫില്ല് ചെയ്യാം. ആദ്യം ഇവിടെ 70 ഇൻറ്റു 70 ആണ്. ഈസി ആയിട്ട് 70 ഇൻറ്റു 70 ചെയ്യാൻ ആദ്യം നിങ്ങൾ 7 ഇൻറ്റു 7 ചെയ്യുക. 0 ഇല്ലാതെ 7 ഇൻറ്റു 7 ചെയ്യുക. 7 ഇൻറ്റു 7 49 ആണ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള സീറോസ് ഇട്ട് കൊടുക്കുക. 2 സീറോസ് ഉണ്ട്. സോ നമ്മുടെ ആൻസർ വരുന്നത് 4900 എന്നാണ്. ഇനി നെക്സ്റ്റ് ഈ ഒരു കോളത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ 70 ഇൻറ്റു 5 ആണ് ചെയ്യേണ്ടത്. ഈസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ആദ്യം 7 ഇൻറ്റു 5 ചെയ്യുക. 7 ഇൻറ്റു 5 35 ആണ്. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള 0 ഇട്ട് കൊടുക്കുക. 350 ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ഈ ഒരു കോളം കാണാൻ വേണ്ടിയിട്ട് 5 ഇൻറ്റു 70 ആണ്. അത് ഓൾറെഡി നമ്മൾ ചെയ്തു അല്ലേ? താഴെ 70 ഇൻറ്റു 5 എന്നും പറഞ്ഞു അല്ലേ? അപ്പോൾ എത്രയാണ്? 350 തന്നെയാണ് ഇവിടെയും വരുന്നത്. നെക്സ്റ്റ് ഈ ഒരു കോളം കാണാൻ വേണ്ടിയിട്ട് 5 ഇൻറ്റു 5 ആണ്. 5 ഇൻറ്റു 5 25 ആണ്. ഇനി റോസ് തമ്മിൽ കൂട്ടാം. നെക്സ്റ്റ് ഇവിടെ ഒരു കോളം വരയ്ക്കുക. 4900 പ്ലസ് 350 ആണ് ചെയ്യേണ്ടത്. 0 പ്ലസ് 0 0 ആണ്. 0 പ്ലസ് 5 ആണ്. 9 പ്ലസ് 3 12 ആണ്. 2 എഴുതും, ബാലൻസ് പോവും. അടുത്ത് 4 നമ്മുടെ ബാലൻസ് 1ഉം 4 പ്ലസ് 1 5 ആണ്. 5250 എന്നാണ് കിട്ടുന്നത്. ഇനി താഴെയുള്ള റോ ആഡ് ചെയ്യാം. 5 പ്ലസ് 0 5 ആണ്. 5 പ്ലസ് 2 7 ആണ്. പിന്നെ 375 ആണ് കിട്ടുന്നത്. ഇനി ഈ രണ്ട് നമ്പേഴ്സ് തമ്മിൽ നമുക്ക് ആഡ് ഓൺ ചെയ്യണം. 0 പ്ലസ് 5 ആണ്. 5 പ്ലസ് 7 12 ആണ്. ബാലൻസ് 1 ഉണ്ടാവും. 3 പ്ലസ് 2 5 ആണ്. 5 പ്ലസ് 1 6 ആണ്. പിന്നെ 5ഉം 5625 ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 123 ഇൻറ്റു 45 ആണ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ 45നെ 40 പ്ലസ് 5 എന്നാണ് പിരിച്ചെഴുതിയിട്ടുള്ളത്. 123നെ 100 പ്ലസ് 20 പ്ലസ് 3 എന്നാണ്. സോ നമ്മൾ ഇതുവരെ വരച്ചതുപോലെയല്ല ഇവിടെ കോളം വരയ്ക്കേണ്ടത്. ഇവിടെ 3 റോസും 2 കോളമാണ് വേണ്ടത്, ചിത്രത്തിൽ കാണുന്നത് പോലെ. ഇനി ഇവിടെ കിട്ടാൻ 100 ഇൻറ്റു 4 ആണ്. അതിന് നിങ്ങൾ ആദ്യം 1 ഇൻറ്റു 4 ചെയ്യുക. 1 ഇൻറ്റു 4 എത്രയാണ്? 4. പിന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ എത്ര സീറോസ് ഉണ്ട്? 1 2 3 സീറോസ് ഇട്ട് കൊടുക്കുക. 100 ഇൻറ്റു 40 4000 ആണ്. സിമ്പിളായിട്ട് കിട്ടിയില്ലേ? ഇനി ഈ ബോക്സിൽ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് 100 ഇൻറ്റു 5 ആണ്. ഇത് ഈസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നിങ്ങൾ 1 ഇൻറ്റു 5 ചെയ്യുക. 1 ഇൻറ്റു 5 അല്ലേ? ഇനി ക്വസ്റ്റ്യനിൽ എത്ര സീറോസ് ഉണ്ടെന്ന് നോക്കിക്കേ. 2 സീറോസ് ആണ്. അത് അവിടെ ഇട്ട് കൊടുക്കുക. ആൻസർ 500 ആണ് വരുന്നത്. ഇനി ഈ ഒരു കോളത്തിലുള്ളതാണ് കണ്ടെത്തേണ്ടത്. ഇവിടെ 20 ഇൻറ്റു 40 ആണ് ചെയ്യേണ്ടത്. ആദ്യം നിങ്ങൾ സീറോസ് ഇല്ലാതെ 2 ഇൻറ്റു 4 ചെയ്യുക. 2 ഇൻറ്റു 4 8 ആണ്. ഇനി ക്വസ്റ്റ്യനിൽ എത്ര സീറോസ് ഉണ്ട്? 2 എണ്ണമാണ്. 2 സീറോസ് ഇട്ട് കൊടുക്കുക. 800 ആണ് ആൻസർ വരുന്നത്. ഇനി ഈ ഒരു കോളത്തിൽ കാണാൻ വേണ്ടിയിട്ട് 20 ഇൻറ്റു 5 ആണ് ചെയ്യേണ്ടത്. ആദ്യം നിങ്ങൾ 2 ഇൻറ്റു 5 ചെയ്യുക. 10 ആണ്. പിന്നെ ക്വസ്റ്റ്യനിൽ ഒരു 0 ആണുള്ളത്. 100 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഒരു 0 ഇട്ട് കൊടുക്കുമ്പോൾ 100 ആണ്. ഇനി ഈ ഒരു കോളത്തിൽ 3 ഇൻറ്റു 40 ആണ് ചെയ്യേണ്ടത്. 3 ഇൻറ്റു 4 എത്രയാണ്? 3 ഇൻറ്റു 4 12 ആണ്. പിന്നെ ഒരു 0 ഇട്ട് കൊടുക്കുക. 120 ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ഈ ഒരു കോളത്തിൽ 3 ഇൻറ്റു 5 ആണ്. 3 ഇൻറ്റു 5 എത്രയാണ്? 15 ആണ്. ഇനി നമ്മൾ ഓരോ റോസും കൂട്ടുകയാണ് വേണ്ടത്. ആദ്യം നമുക്ക്
ഇവിടെ ഈ ഒരു റോ കൂട്ടി നോക്കാം. അതായത് 4000 പ്ലസ് 800 പ്ലസ് 120 ആണ്. ഇതൊന്ന് താഴേക്ക് ഞാൻ മാറ്റി എഴുതുന്നുണ്ട്. ഈ 3 നമ്പേഴ്സും, ഈ റോസിലുള്ള 3 നമ്പേഴ്സും താഴേക്ക് എഴുതാം. ഈ 3 നമ്പേഴ്സും കൂട്ടുമ്പോൾ 0 പ്ലസ് 0 പ്ലസ് 0 0 ആണ്. 0 പ്ലസ് 0 പ്ലസ് 2 2 ആണ്. 0 പ്ലസ് 8 പ്ലസ് 1 9 ആണ്. 4920 ആണ് ആൻസർ വരുന്നത്. അത് നമുക്കിവിടെ ഈ ഒരു കോളത്തിലേക്ക് എഴുതി കൊടുക്കാം. 4920. ഇനി താഴെയുള്ള ഈ 3 റോസും തമ്മിൽ കൂട്ടാം. 500 പ്ലസ് 100 പ്ലസ് 15 615 എന്നാണ് ആൻസർ വരുന്നത്. കൂട്ടുമ്പോൾ 615. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 2 കോളം തമ്മിൽ കൂട്ടുകയാണ് വേണ്ടത്. കൂട്ടി നോക്കാം. ഓക്കെ, 0 പ്ലസ് 5 എത്രയാണ്? 5 ആണ്. 2 പ്ലസ് 1 3 ആണ്. 9 പ്ലസ് 6 15 ആണ്. 5 ഏതും ബാലൻസ് 1 പോവും. 4 പ്ലസ് 1 5 ആണ്. 5535 ആണ് ആൻസർ കിട്ടുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 320 ഇൻറ്റു 78. ഇത് ചെയ്യാം. അതിനായിട്ട് ആദ്യം നമുക്കൊരു കോളം വരയ്ക്കാം. എന്നിട്ട് 78നെ 70 പ്ലസ് 8 ആണ് എഴുതിയിട്ടുള്ളത്. 320നെ 300 പ്ലസ് 20 എന്നാണ്. സോ ഇവിടെ നമുക്ക് റോ ആയിട്ടും കോളമായിട്ടും 2 കോളം മതി. നമുക്ക് ഈ കള്ളി വേണ്ട, ആവശ്യമില്ല. നമുക്കൊന്ന് മാറ്റി വരയ്ക്കാം. 4 കള്ളികൾ വരുന്ന കോളമാണ് ആവശ്യം. 320നെ 300 പ്ലസ് 20 എന്നും 78നെ 70 പ്ലസ് 8 എന്നും എഴുതി. ഇനി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ആദ്യം ഈ ഒരു കോളത്തിൽ, ഫസ്റ്റ് കോളത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് 300 ഇൻറ്റു 70 ഈസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയാലോ. 3 ഇൻറ്റു 7 ചെയ്യുക. 3 ഇൻറ്റു 7 21 ആണ്. എത്ര സീറോസ് ഉണ്ട്? 3 സീറോസ് ഉണ്ട്. അവിടെ ഇട്ട് കൊടുക്കുക. 21,000 ആണ് ആൻസർ കിട്ടുന്നത്. നെക്സ്റ്റ് ഈ ഒരു കോളത്തിൽ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് 300 ഇൻറ്റു 8 ആണ്. 3 ഇൻറ്റു 8 ആദ്യം ചെയ്യാം. 3 ഇൻറ്റു 8 24 ആണ്. 2 സീറോസ് ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് ഈ ഒരു കോളത്തിൽ 20 ഇൻറ്റു 70 ആണ്. ആദ്യം 2 ഇൻറ്റു 7 ചെയ്യാം. 14 ആണ്. 2 സീറോസ് ആണുള്ളത്, ഇട്ട് കൊടുക്കുക. 1400 ആണ് ആൻസർ. നെക്സ്റ്റ് ഈ ഒരു കോളം 20 ഇൻറ്റു 8 ആണ്. 2 ഇൻറ്റു 8 ആദ്യം ചെയ്യുക. 16 ആണ്. 160 ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ഈ റോസ് തമ്മിലാണ് നമുക്കിനി ആഡ് ചെയ്യേണ്ടത്. അതിനായിട്ട് വേറൊരു കോളം വരയ്ക്കാം. ആദ്യം 21,000 പ്ലസ് 1,400 ആണ്. താഴേക്കൊന്ന് മാറ്റി എഴുതുന്നുണ്ട് കൂട്ടി നോക്കാൻ വേണ്ടിയിട്ട്. 21,000 പ്ലസ് 1,400 ആണ്. 0 പ്ലസ് 0 0, 0 പ്ലസ് 0 0, 0 പ്ലസ് 4 4, 1 പ്ലസ് 1 2 2. 22,400 ആണ് ആൻസർ വരുന്നത്. ഇവിടേക്ക് എഴുതി കൊടുക്കാം 22,400. നെക്സ്റ്റ് ഈ ഒരു കോളമാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. 2,400 പ്ലസ് 160 ആണ്. താഴേക്ക് മാറ്റി എഴുതുന്നുണ്ട്. കൂട്ടി നോക്കാം. ആൻസർ കിട്ടുന്നത് 2,560 എന്നാണ്. അത് ഇവിടേക്ക് എഴുതി കൊടുക്കുക. ഇനി ഈ 2 കോളം തമ്മിലാണ് നമ്മൾ ഇനി ആഡ് ചെയ്യേണ്ടത്. നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. നമുക്കിത് കൂട്ടി നോക്കാം. 0 പ്ലസ് 0 0, 0 പ്ലസ് 6 6 ആണ്. 4 പ്ലസ് 5 9 ആണ്. 2 പ്ലസ് 2 4, 2 താഴേക്ക് ഇറക്കി എഴുതാം. 24,960 ആണ് ഫൈനൽ ആൻസർ വരുന്നത്. സോ ഇവിടെ ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ആണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഗിവൺ ദാറ്റ് 36 ഇൻറ്റു 15 ഈസ് ഇക്വൽ ടു 540. 36 ഇൻറ്റു 15 540 ആണ് എന്ന് നൽകിയിട്ടുണ്ട്. കമ്പ്യൂട്ട് ദി ഫോളോയിങ് പ്രൊഡക്ട്സ് ഇൻ യുവർ ഹെഡ്. താഴെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്കൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. 2 ഇൻറ്റു 1 എത്രയാണ്? 2 ആണ്. ഓക്കെ, ഇനി 2 ഇൻറ്റു 2 എത്രയാണ് ചോദിക്കുകയാണ്. 2 ഇൻറ്റു 2 എത്രയാണെന്ന്. ഈ മുകളിലുള്ള ഈ 2നോട് നമ്മൾ 2 കൂട്ടിയാൽ നമുക്കിവിടെയുള്ള ആൻസർ കിട്ടും. 4 ആണ്. 2 ഇൻറ്റു 2 4 അല്ലേ? ഓക്കെ, ഇതേപോലെ നമുക്ക് തന്നിട്ടുള്ള ചോദ്യം ഒന്ന് നോക്കാം. ഇവിടെ തന്നിട്ടുള്ളത് 36 ഇൻറ്റു 15 540 ആണ് നൽകിയിട്ടുണ്ട്. ഇനി ചോദിക്കുകയാണ് 36 ഇൻറ്റു 16 എത്രയാണെന്ന്. അടുത്ത നമ്പർ അല്ലേ? 15 കഴിഞ്ഞിട്ടുള്ള അടുത്ത നമ്പറാണ് 16. സോ ഇത് കാണാൻ വേണ്ടിയിട്ട് 540നോട് നിങ്ങൾ 36 കൂട്ടി നോക്കിയാൽ മതി. 540 പ്ലസ് 36 ആണ് എന്ത് ആൻസർ വരിക. സോ നമുക്ക് കൂട്ടി നോക്കിയിട്ട് എഴുതാം. 0 പ്ലസ് 6 6 ആണ്.
4 + 3 7 ആണ്. 576 ആണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത്. 37 × 15 എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ക്വസ്റ്റ്യനിൽ 36 × 15 540 ആണെന്ന് നൽകിയിട്ടുണ്ട്. 15നെ 36 കൊണ്ട് ഗുണിച്ചാൽ 540 ആണ്. എങ്കിൽ 15നെ 37 കൊണ്ട് ഗുണിച്ചാൽ എത്രയെന്നാണ്. 36 കഴിഞ്ഞിട്ടുള്ള അടുത്ത നമ്പർ അല്ലേ 37. സോ നിങ്ങൾ 540നോട് 15 കൂട്ടി നോക്കിയാൽ മതി. 540 + 15 ചെയ്താൽ മതി. ആൻസർ വരുന്നത് 555 എന്നാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ 555 ആണ്. ക്വസ്റ്റ്യൻ 36 × 14 എത്രയാണെന്നാണ്. 36 × 15 540 ആണെന്ന് ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുണ്ട്. 36 × 40 ആണ് കാണേണ്ടത്. നമുക്കറിയാം 36നെ 15 കൊണ്ട് ഗുണിച്ചാൽ 540 ആണ്. ഓക്കെ, 36നെ 15 കൊണ്ട് ഗുണിച്ചാൽ 540 ആണ്. എങ്കിൽ 36നെ 14 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? 15ന്റെ തൊട്ട് നമ്പർ അല്ലേ 14. സോ നിങ്ങൾ ഇവിടെ 540ൽ നിന്നും 36 കുറയ്ക്കുകയാണ് വേണ്ടത്. 540 - 36 ആണ് ചെയ്യേണ്ടത്. നമുക്ക് കുറച്ച് നോക്കാം. 540 - 36 0ന്ന് 6 പോവില്ല. സോ നമ്മൾ കടമെടുക്കണം. 4ൽ നിന്ന് കടമെടുക്കുമ്പോൾ 4 3 ആവും, 0 10 ആവും. 10 - 6 4 ആണ്. 3 - 3 0 ആണ്. 5 ഇറക്കിയതും 504 ആണ്. 504 ആണ് ആൻസർ വരുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ 504 ആണ്. ഓക്കെ, 35 × 15 എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം 36 × 15 540 ആണെന്ന് നൽകിയിട്ടുണ്ട്. 15നെ 36 കൊണ്ട് ഗുണിച്ചാൽ 540 ആണ്. എങ്കിൽ 15നെ 35 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണെന്നാണ് ചോദ്യം. 36ന്റെ തൊട്ട് ബേക്കിലുള്ള സംഖ്യയല്ലേ 35. സോ നിങ്ങൾ ഇവിടെ 540ൽ നിന്നും 15 ആണ് കുറയ്ക്കേണ്ടത്. 540 - 15 10ൽ നിന്ന് 5 കുറയ്ക്കണം അല്ലേ, നമ്മൾ കടമെടുക്കണം. സോ 10ൽ നിന്ന് 5 പോയാൽ 5, 3ൽ നിന്ന് 1 പോയാൽ 2, 5 ഇറക്കി ചെയ്താൽ 525 ആണ് ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ, എ നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ 16 ഗേവ് 1360. ഒരു നമ്പറിനെ 16 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 1360 ആണ്. വാട്ട് വിൽ ബി ദി പ്രൊഡക്റ്റ് ഇഫ് ദി നെക്സ്റ്റ് നമ്പർ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 16? നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ള ആ ഒരു നമ്പറിൻ്റെ അടുത്ത നമ്പറിനെ 16മായി ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എത്രയാണ്? ഇവിടെ ഏത് നമ്പർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടില്ല. നമുക്ക് എ എന്നെടുക്കാം. എ × 16 എത്രയാണ്? 1360 ആണ്. എങ്കിൽ ചോദിക്കുകയാണ് അടുത്ത നമ്പർ ബി × 16 എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 1 × 2 2 ആണ്. 2 × 2 അടുത്ത നമ്പറുമായി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ 2നോട് 2 കൂട്ടിയാൽ മതി എന്ന്. അതേപോലെ ഇവിടെ നെക്സ്റ്റ് നമ്പറുമായിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഉത്തരം കിട്ടാൻ 1360നോട് 16 കൂട്ടിയാൽ മതി. 1376 ആണ് ഉത്തരം വരുന്നത്. ഇവിടെ ഒരു ബി ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. വാട്ട് വിൽ ബി ദി പ്രൊഡക്റ്റ് ഇഫ് ദി നമ്പർ ജസ്റ്റ് ബിഫോർ ദിസ് ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 16? ഇവിടെ തൊട്ട് ബേക്കിലുള്ള നമ്പറുമായിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഈ എ എന്ന നമ്പറിൻ്റെ തൊട്ട് ബേക്കിൽ നമ്മൾ എക്സ് എന്നെടുക്കുക. എക്സ് × 16 ആണ് കാണേണ്ടത്. അതിന് നിങ്ങൾ 1360 - 16 ആണ് ചെയ്യേണ്ടത്. തൊട്ട് ബേക്കിലാവുമ്പോൾ മൈനസ് ആണ്. 1360 - 16 ആണ് ചെയ്യാം. 0ന്ന് 6 പോവില്ല, കടമെടുക്കാം. 10 ആവും, അവിടെ 5 എന്നും ആവും. 10 - 6 എത്രയാണ്? 4 ആണ്. 5 - 1 4 ആണ്. 3 1 1344 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, 1344 ആണ്. ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് സ്ക്വയർ നമ്പേഴ്സ് എന്ന ടോപ്പിക് മുതലാണ് എടുക്കാനുള്ളത്. അത് നമ്മൾ നെക്സ്റ്റ് പാർട്ട് 3 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, നമ്മൾ പേജ് നമ്പർ 35 വരെയാണ് എടുത്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായവും കമൻ്റായിട്ട് അറിയിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. ഇനി ക്ലാസ് 1 to ക്ലാസ് 7 വരെ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾ ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ വാട്സപ്പ് ത്രൂ മെസ്സേജ് ആക്കുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.